NABH 6th edition AAC 8G. AAC 8G കമ്മിറ്റ്മെന്റ് കാറ്റഗറിയാണ്. ആ ഒരു ഒബ്ജക്റ്റീവ് എലമെന്റ് നമ്മളുടെ ഇമേജിംഗ് റിപ്പോർട്ടുകൾ, നമ്മുടെ ഹോസ്പിറ്റലിൽ പ്രിപ്പയർ ചെയ്യുന്ന ഇമേജിംഗ് റിപ്പോർട്ടുകളുണ്ട്, നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്ത് വരുന്ന ഇമേജിംഗ് റിപ്പോർട്ടുകളുണ്ട്, ടെലി റേഡിയോളജി ഉപയോഗിച്ച് നമ്മൾ പുറത്തൊരു ഡോക്ടറെ അടുത്ത് നിന്ന് വാങ്ങുന്ന ഇമേജിംഗ് റിസൾട്ടുകളുണ്ട്, ടെലി റേഡിയോളജി മറ്റൊരു ഓർഗനൈസേഷനോട്ട് കരാറിൽ കൊടുത്ത് വാങ്ങുന്ന റിസൾട്ടുകളുണ്ട്. ഈ 4 രീതിയിൽ നമുക്ക് റേഡിയോളജി റിപ്പോർട്ടുകൾ പ്രിപ്പയർ ചെയ്യപ്പെടാറുണ്ട്. ആ റേഡിയോളജി ഇമേജസിനെ ഇൻ്റർപ്രറ്റ് ചെയ്ത് ഒരു റേഡിയോളജിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന ആ ഡോക്യുമെൻറ്റിൽ പേഷ്യൻറ്റിൻ്റെ പേരും മെഡിക്കൽ റെക്കോർഡ് നമ്പറും യൂണിക് ID മിനിമം അത്രയും ഇൻഫർമേഷൻ വ്യക്തമായിട്ടുണ്ടാവണം. അത് നമ്മുടെ ഹോസ്പിറ്റലിൽ ചെയ്താൽ ഔട്ട്സോഴ്സ് ചെയ്ത് പോയാലും ഇവിടുത്തെ യുണീക്ക് ID-യും പേഷ്യൻറ്റിൻ്റെ പേരും വ്യക്തമായ റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കണം. നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് വ്യക്തമായ റിപ്പോർട്ടിൽ ഉണ്ടാവണം. ഔട്ട്സോഴ്സ് ചെയ്തിട്ട് വന്ന റിസൾട്ടാണെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ പേര് അവിടെ ഉണ്ടാകണം. നമുക്ക് ഗ്രേപ്സിന് പാക്സ് ഇൻക്ലൂഡഡ് ആയിട്ടാണ് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് നടക്കുന്നത്. ഇൻ്റഗ്രേറ്റഡ് പാക്സ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇമേജിനകത്ത് ഡോക്ടർ റിക്വസ്റ്റ് ഇട്ടത് മുതലുള്ള ഇൻഫർമേഷൻസ് ആൾറെഡി അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത്. വർക്ക് ലിസ്റ്റ് ആക്റ്റീവ് ആക്കാൻ പറ്റും ഗ്രേപ്സിൻ്റെ പാക്സിൽ. സോ അതുകൊണ്ടൊരു ഡോക്ടർ റിക്വസ്റ്റ് അനുസരിച്ച് മിഷൻ അറിയാം ഇത് പേഷ്യൻ്റ് ആരാണ് എന്ന്. നമ്മൾ മാനുവലി എൻട്രി ചെയ്ത് തെറ്റായി കൊടുത്ത് വരുന്ന പ്രോബ്ലംസ് ഗ്രേപ്സ് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകില്ല. കൃത്യമായി വർക്ക് ലിസ്റ്റിൽ നിന്നാണ് പേഷ്യൻ്റ് ID-യും MR നമ്പറും എടുക്കുന്നത്. പക്ഷേ ഔട്ട്സോഴ്സ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഇൻഫർമേഷൻസ് കൃത്യമായി ഹാൻഡ് ഓവർ ചെയ്ത് വരുന്ന റിസൾട്ടിൽ അതുണ്ടെന്ന് ഉറപ്പ് വരുത്തേണ്ടുന്ന റെസ്പോൺസിബിലിറ്റി ഉണ്ട്. കമ്മിറ്റ്മെൻറ്റ് G, റിസൾട്ട്സ് ആർ റിപ്പോർട്ടഡ് ഇൻ എ സ്റ്റാൻഡേർഡൈസ്ഡ് മാനർ എന്നതാണ് അവിടെ. ഈ ഹോസ്പിറ്റലിൻ്റെ റിപ്പോർട്ടിംഗ് സെൻറ്ററിൻ്റെ ടൈറ്റിൽ ഉണ്ടാവണം, പേഷ്യൻ്റെ ബേസിക് ഇൻഫർമേഷൻസ് എല്ലാം ഉണ്ടാവണം, റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്ത ഡോക്ടറുടെ പേരും സിഗ്നേച്ചറും ഉണ്ടാവണം. അത് ഔട്ട്സോഴ്സ്ഡ് ആണ് എങ്കിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്, റിമാർക്കായിട്ടുണ്ടാവണം. സോ നമുക്ക് ഇത്രയും കൃത്യമായ ഒരു ഫോർമാറ്റ്, റിപ്പോർട്ടിന് ഒരു ടെംപ്ലേറ്റ് ഫോർമാറ്റ് സ്വാഭാവികമായി നമ്മുടെ ഹോസ്പിറ്റലെല്ലാം ഉണ്ടാവും. ഇനി ഔട്ട്സോഴ്സ് വരുന്ന റിസൾട്ട് എടുത്ത് നമ്മൾ മാറ്റം വരുത്തി പേഷ്യൻറ്റിന് കൊടുക്കാൻ പാടില്ല. അത് കൃത്യമായിട്ടും ആ റിസൾട്ട് അങ്ങനെ തന്നെയാണ് പേഷ്യൻറ്റിന് കൊടുക്കേണ്ടത്. നമ്മുടെ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടി നമുക്കത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെക്കാനുള്ള ഫെസിലിറ്റി ഗ്രേപ്സ് തരുന്നുണ്ട്. ഒരു മാറ്റവും വരുത്താതെ സ്കാൻ ആൻഡ് അപ്ലോഡ് ഈസി ആയിട്ട് ഡോക്ടർ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് മൊബൈൽ വെച്ച് തന്നെ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഗ്രേപ്സ് തരുന്നുണ്ട്. പലപ്പോഴും അത് സഫർ ചെയ്യുന്ന ഒരു ഏരിയയാണ് ഹോസ്പിറ്റലുകൾ. ഗ്രേപ്സ് IDMR ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് സിസ്റ്റം ഉപയോഗിക്കുമ്പോൾ നമുക്കത് അപ്ലോഡ് ചെയ്യാം. ഒരു മാറ്റവും വരുത്തി ഇവിടെ റീക്രിയേറ്റ് ചെയ്യരുതെന്നാണ് ഈ ഒരു ഇത് പറയുന്നത്. സോ നമുക്ക് ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് മാനർ ഇൻറ്റേർണലി ഉണ്ടാവണം, എക്സ്റ്റേണലി ഔട്ട്സോഴ്സ് ചെയ്തുണ്ടാവണം. ടെലി റേഡിയോളജി ഗ്രേപ്സിൽ അവൈലബിൾ ആണെന്ന്, അതിൽ നമുക്ക് ഇൻ്റഗ്രേറ്റഡ് ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ ആ സ്ട്രക്ചർ അതുപോലെ കീപ്പ് ചെയ്യുന്നുണ്ടാവും. ഇനി ഔട്ട്സോഴ്സ്ഡ് ഒരു കമ്പനി ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആ ഒരു സ്റ്റാൻഡേർഡ് മാനർ കീപ്പ് ചെയ്യണം. റിസൾട്ട് ചെയ്യുന്ന ഡോക്ടറുടെ ഡീറ്റെയിൽസും സിഗ്നേച്ചറും അവിടെ ഉണ്ടാവണം. AAC 8G അടുത്തത് നമ്മൾ ഒരു അച്ചീവ്മെൻ്റ് ആണ്, അതിലേക്ക് വരാം.